സുഹൃത്തുക്കളെ, നമ്മൾ സ്നാപ്പിലേക്ക് വീണ്ടും വരികയാണ്. തീർച്ചയായിട്ടും കാവിഷിക്കയുടെ സമാധാന ജ്വാല എന്ന് പറയുന്ന യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വന്ന 1150ഓളം കവിതകളിൽ നിന്നാണ് നമ്മളൊരു 301 സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് 2025 ജൂൺ 17 മുതൽ ഓഗസ്റ്റ് 17 വരെയാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് മുന്നോട്ട് പോയത്. ജൂൺ 17 സച്ചിദാനന്ദ മാഷാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സമാധാന ദിവസം സമാധാന ജ്വാലയുടെ സമാപന ദിവസം എന്ന് പറയുന്ന ഓഗസ്റ്റ് 17 ഡോക്ടർ ആർ ബിന്ദു, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി, അവരാണ് അതിൻ്റെ സമാധാന ജ്വാലയുടെ സമാപന ദിവസം ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഒരു 62 ദിവസമായിട്ട് നമ്മൾ 200ഓളം പേര് സ്വാഗതം, അധ്യക്ഷതയും, നന്ദിയും, ഉദ്ഘാടനമൊക്കെ ആയിട്ട് പങ്കെടുക്കപ്പെട്ടൊരു ഗംഭീരമായിട്ടുള്ളൊരു ക്യാമ്പയിനായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1150 കവിതകൾ വന്നത്. അതിൻ്റെ പോസ്റ്റർ മേക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സ്നാപ്പുകൾ 1425 മുതൽ 1439 വരെയാണ് പോകുന്നത്. നമുക്ക് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അഞ്ജലി സി രാജേഷ് എന്ന് പറയുന്നത്, ഇന്ന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 10-12ഓളം കവിതകൾ കുട്ടികളുടെയാണ്. പിന്നെയാണ് നമ്മൾ സീനിയേഴ്സിൻ്റെ വയ്ക്കുന്നത്. അതായത് ഒരു 11ഓളം കവിതകൾ കുട്ടികളുടെയാണ്. കുട്ടികൾ എഴുതിയിട്ടുള്ള വരികളും നോക്കാം. അഞ്ജലി സി രാജേഷിൻ്റെ വരികളിൽ തുടങ്ങാം. അഞ്ജലി സി രാജേഷ് എന്ത് പറയുന്നു? മഞ്ഞിൻ പടലങ്ങളേറ്റുകൊണ്ട് ഉണരുന്ന രാവിൻ്റെ ഹൃദയാഗ്നിയിൽ, മഞ്ഞിൻ പടലങ്ങളേറ്റുകൊണ്ട് ഉണരുന്ന രാവിൻ്റെ ഹൃദയാഗ്നിയിൽ ഒരു യുദ്ധം കൂടി അരങ്ങേറുന്നു. പ്രകൃതി തൻ രോദനം ഏറിയിടുന്നു. പോരിൻ്റെ യൗവനകാന്തി പുൽകാൻ ഭൂമി തൻ ഭംഗി മറഞ്ഞിടുന്നു. പച്ചപ്പുടവ പോൽ പാടങ്ങളും സ്വച്ഛതയിലെന്ന പോൽ പുഴയോരവും മണ്ണിൻ്റെ ഹരിത സമൃദ്ധികളും യുദ്ധത്തിൻ അഗ്നിയാൽ വെന്തിടുന്നു. ഓരോ മനസ്സിൻ മടിത്തട്ടിലും യുദ്ധത്തിൻ താണ്ഡവമാടിടുന്നു. എന്തിനീ യുദ്ധം, എന്തിനീ യുദ്ധം? സമാധാന വൈഭവ സന്ദർഭങ്ങൾ നശിപ്പിക്കുവാൻ യുദ്ധത്തിൻ മുൻപിൽ ശിരസു താഴ്ത്തി ഭൂമി കീണിടുന്നു. യുദ്ധവിരുദ്ധ സന്ദേശം ചൊല്ലുവിൻ, യുദ്ധവിരുദ്ധ സന്ദേശം ചൊല്ലുവിൻ, സമാധാന പുഷ്പങ്ങൾ വിടർത്തുവിൻ. യുദ്ധവിരുദ്ധ സന്ദേശങ്ങൾ ചൊല്ലുവിൻ, സമാധാന പുഷ്പങ്ങൾ വിടർത്തുവിൻ. അഞ്ജലി സി രാജേഷ് അങ്ങനെയാണ്. അതിൻ്റെ ഗദ്യവും പദ്യവും ചേർത്തുകൊണ്ടുള്ള കവിതയാണ്. സ്നാപ്പ് നമ്പർ 1425 നമ്മൾ എത്തിയിരിക്കും. സ്നാപ്പ് നമ്പർ 1426 ഇതാണ്. നമ്മുടെ CH ശിവഹരിയാണ്. 8th സ്റ്റാൻഡേർഡ് AVHSS പൊന്നാനി. CH ശിവഹരിയുടെ വരികൾ എന്താണെന്ന് നോക്കാം നമുക്ക്. യുദ്ധമേ വിട എന്നാണ് ഈ കവിതയ്ക്ക് ശിവഹരി പേര് കൊടുത്തിരിക്കുന്നത്. യുദ്ധമേ വിട. മാനവ സ്വാർത്ഥതയിൽ പിറന്നൊരസുരൻ, മാനവ സ്വാർത്ഥതയിൽ പിറന്നൊരസുരൻ മാനവരോദനമാസ്വദിപ്പിൻ. മാനവ സ്വാർത്ഥതയിൽ പിറന്നൊരസുരൻ മാനവരോദനമാസ്വദിപ്പിൻ. പെരുമഴ പോലുള്ള ബോംബാക്രമണങ്ങളും രക്തസ്നാനത്തിനായുള്ള ചുടുതിരകളും ചത്തുവീഴാനുള്ള ജീവനുകളും വേണ്ട, വേണ്ട. മർത്യരെ കൊന്നൊടുക്കുമീ നരവേട്ട ഇനിയും വേണമോ ഈ പോപ്പാരിൽ? മർത്യരെ കൊന്നൊടുക്കുമീ നരവേട്ട ഇനിയും വേണമോ ഈ പാരിൽ? ഹിറ്റ്ലറെയും മുസോളിനിയെയും അനുഗമിച്ചിടുകിൽ ഈ ഭൂലോകം അപ്പാടെ ചുടുകാട് തീർക്കും. ഹിറ്റ്ലറെയും മുസോളിനിയെയും അനുഗമിച്ചിടുകിൽ ഈ ഭൂലോകം അപ്പാടെ ചുടുകാട് തീർക്കും. ഇനിയൊരു യുദ്ധം വേണ്ട, ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. അതാണ് നമ്മുടെ ശ്രീഹരി ആഹ്വാനം ചെയ്യുന്നത്. സ്നാപ്പ് നമ്പർ 1426. സ്നാപ്പ് നമ്പർ 1427 വരുമ്പോൾ ആരാ നോക്കാം. സ്നേഹ TJ, സ്റ്റാൻഡേർഡ് 8, കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ.
കാൽഡിയൻ സിറിയൻ, തൃശ്ശൂരിലാണ്. സ്നേഹ TJ ആണ്. നോക്കാം. യുദ്ധം എന്നാണ് കവിതയുടെ പേര്. നേർക്കാഴ്ചയായി മരണം നിൽക്കുമ്പോൾ എന്തിനീ യുദ്ധത്തിൻ പടവുകൾ കയറുന്നത്? നേർക്കാഴ്ചയായി മരണം നിൽക്കുമ്പോൾ എന്തിനീ യുദ്ധത്തിൻ പടവുകൾ കയറുന്നത്? കുളത്തിൽ ഇറങ്ങുമ്പോൾ അനാഥമായി കിടക്കുന്ന ശരീരങ്ങൾ എത്രയെത്ര. കുളത്തിൽ ഇറങ്ങുമ്പോൾ അനാഥമായി കിടക്കുന്ന ശരീരങ്ങൾ എത്രയെത്ര. എന്തിനീ യുദ്ധം, എന്തിനീ യുദ്ധം? അനേകായിരങ്ങളുടെ ചോരയെ നീരാക്കി നേടിയ വിജയത്തിൽ എന്തു നേടി? അനേകായിരങ്ങളുടെ ചോരയെ നീരാക്കി നേടിയ വിജയത്തിൽ എന്തു നേടി? കണ്ണുനീരൊപ്പാൻ നേരമില്ലാതെ അലയുന്ന അമ്മമാർ എത്രയെത്ര. കണ്ണുനീരൊപ്പാൻ നേരമില്ലാതെ അലയുന്ന അമ്മമാർ എത്രയെത്ര. അമ്മയുടെ വാത്സല്യവും അച്ഛൻ്റെ കരുതലുമില്ല മറിയാതെ അനാഥമായി മാറിയ കുരുന്നുകൾ എത്രയെത്ര. അമ്മയുടെ വാത്സല്യവും അച്ഛൻ്റെ കരുതലും അറിയാതെ അനാഥമായി മാറിയ കുരുന്നുകൾ എത്രയോ, കുരുന്നുകൾ എത്രയോ. വേണ്ട ഇനി യുദ്ധം, വേണ്ട ഇനി യുദ്ധം. വേണം, വേണം സമാധാനത്തിൻ മാടപ്രാവുകൾ മാത്രം. വേണം സമാധാനത്തിൻ മാടപ്രാവുകൾ മാത്രം. സ്നേഹ TJ വളരെ ഫീൽ ചെയ്ത് നാടകീയമായ ഡയലോഗാണ്, അതുകൊണ്ട് അങ്ങനെ പ്രസന്റ് ചെയ്തത്. സ്നേഹ TJയുടെ വരികൾ. സ്നാപ്പ് നമ്പർ 1428. ആദ്രികയാണ്. ആദ്രിക പറയുന്നത് നോക്കാം. ആദ്രിക പഠിക്കുന്നത് 4th സ്റ്റാൻഡേർഡിലാണ്, കോഴിക്കോടാണ്. യുദ്ധം ശാന്തിയെ മറക്കുന്നു. യുദ്ധം ശൂന്യതയെ ക്ഷണിക്കുന്നു. യുദ്ധം പ്രകൃതിയുടെ ജീവജാലങ്ങളെ നശിപ്പിക്കുന്നു. യുദ്ധം സ്വപ്നങ്ങളെ തകർക്കുന്നു. ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു. യുദ്ധം ശാന്തിയെ മറക്കുന്നു. യുദ്ധം ശൂന്യതയെ ക്ഷണിക്കുന്നു. യുദ്ധം പ്രകൃതിയുടെ ജീവജാലങ്ങളെ നശിപ്പിക്കുന്നു. യുദ്ധം സ്വപ്നങ്ങളെ തകർക്കുന്നു. ഓർക്കുമ്പോൾ ഭയം തോന്നും. ആദ്രിക 4ാം ക്ലാസ് വിദ്യാർത്ഥിനി എന്ത് സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിനെതിരെ. സ്നാപ്പ് നമ്പർ 1429 നമ്മൾ എത്തുകയാണ്. ഹന്ന മേരി സുനിലിന്റെയാണ് വരികൾ. ഹന്ന മേരി സുനിൽ എന്ന് പറയും നോക്കാം. ചാലക്കുടി SHCGLP സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. നിരപരാധികളായ കുട്ടികളുടെ ജീവൻ കവർന്നെടുക്കുന്ന യുദ്ധം വേണ്ടേ വേണ്ട. നിരപരാധികളായ കുട്ടികളുടെ ജീവൻ കവർന്നെടുക്കുന്ന യുദ്ധം വേണ്ടേ വേണ്ട. കാവിശികൊരുക്കുന്ന യുദ്ധവിപത്തിനെതിരെയുള്ള സമാധാന ജ്വാലയിൽ ഞാനും പങ്കുചേരുന്നു. ദൃഢനിശ്ചയമുണ്ട്. വേദനയിൽ നിന്ന് ദൃഢനിശ്ചയത്തിലേക്ക് നമുക്ക് നോക്കാം. നിരപരാധികളായ കുട്ടികളുടെ ജീവൻ കവർന്നെടുക്കുന്ന യുദ്ധം വേണ്ടേ വേണ്ട. കാവിശികൊരുക്കുന്ന യുദ്ധവിപത്തിനെതിരെയുള്ള സമാധാന ജ്വാലയിൽ ഞാനും പങ്കുചേരുന്നു. ദൃഢനിശ്ചയമാണ് ഹന്ന മേരി. സ്നാപ്പ് നമ്പർ 1430 നമ്മൾ എത്തുകയാണ്. നയനിക C ആണ് പറയുന്നത്. നയനിക എന്ത് പറയുന്നത് നോക്കാം. യുദ്ധങ്ങൾ 2 രാജ്യങ്ങളെ ഭിന്നിപ്പിച്ച് സമാധാനപരമായ അന്തരീക്ഷത്തിൽ എത്താനാകാതെ യുദ്ധം തുടരുന്നു. യുദ്ധങ്ങൾ 2 രാജ്യങ്ങളെ ഭിന്നിപ്പിച്ചു സമാധാനപരമായ അന്തരീക്ഷത്തിൽ എത്താനാകാതെ യുദ്ധം തുടരുന്നു. പ്രശ്നങ്ങളല്ല പരിഹാരമാണ് വേണ്ടത്. സമാധാനം മതി, യുദ്ധം വേണ്ട. ഡയറക്റ്റ് പ്രസ്താവനയാണ് നയനികയുടെ. സ്നാപ്പ് നമ്പർ 1431 ഗ്യാൻ ഘോഷാണിത്. ഗ്യാൻ ഘോഷ് എന്ന് പറയുന്നത് ഡിവിഷൻ 3 കോഴിക്കോടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. മനുഷ്യ മനസ്സിൽ നിന്നാണ് ഓരോ യുദ്ധവും ആരംഭിക്കുന്നത്. യുദ്ധങ്ങൾ നാശങ്ങൾ മാത്രമാണ് വിതയ്ക്കുന്നത്. മനുഷ്യ മനസ്സിൽ നിന്നാണ് ഓരോ യുദ്ധവും ആരംഭിക്കുന്നത്. യുദ്ധങ്ങൾ നാശങ്ങൾ മാത്രമാണ് വിതയ്ക്കുന്നത്. മനുഷ്യ മനസ്സിൽ നിന്നാണ് ഓരോ യുദ്ധവും ആരംഭിക്കുന്നത്. യുദ്ധങ്ങൾ നാശങ്ങൾ മാത്രമാണ് വിതയ്ക്കുന്നത്. ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സ്നാപ്പ് നമ്പർ 1432 വേദികയാണ്. വേദിക പഠിക്കുന്നത് 3ാം ക്ലാസ്, കോഴിക്കോട്.
3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വേദിക. ലോകത്ത് എവിടെ നടക്കുന്ന യുദ്ധത്തിലും ആരും വിജയിക്കുന്നില്ല. പരസ്പരം യുദ്ധം ചെയ്തു നശിക്കുകയാണ്. പരാജയപ്പെടുന്നവരെല്ലാം പാവങ്ങളും നിരപരാധികളും കുട്ടികളുമാണ്. യുദ്ധം മനുഷ്യനും പക്ഷികൾക്കും മൃഗങ്ങൾക്കും മറ്റ് ജീവികൾക്കും പരിസ്ഥിതിക്കും നാശമുണ്ടാക്കും. ലോകത്തെവിടെ നടക്കുന്ന യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല, ആരും വിജയിക്കുന്നില്ല. പരസ്പരം യുദ്ധം ചെയ്തു നശിക്കുകയാണ്. പരാജയപ്പെടുന്നവരെല്ലാം പാവങ്ങളും നിരപരാധികളും കുട്ടികളുമാണ്. യുദ്ധം മനുഷ്യനും പക്ഷികൾക്കും മൃഗങ്ങൾക്കും മറ്റ് ജീവികൾക്കും പരിസ്ഥിതിക്കും നാശമുണ്ടാക്കും. വളരെ ലളിതമായിട്ട് എന്നാൽ ശക്തമായിട്ടാണ് വേദിക ഈ പ്രസ്താവനകൾ പറഞ്ഞിരിക്കുന്നത്. സ്നാപ്പ് നമ്പർ 1433 മറ്റൊരു കുട്ടിയാണ്. ലക്ഷ്മി ബാല, 3ാം ക്ലാസ്, കോഴിക്കോട് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. എന്തിനാണ് യുദ്ധം? എന്തിനാണ് യുദ്ധം? എത്ര കുട്ടികളാണ് യുദ്ധത്തിൽ മരിച്ചു വീഴുന്നത്? ഓരോ യുദ്ധത്തിൻ്റെയും അവസാനം നഷ്ടം തന്നെയാണ്. യുദ്ധങ്ങൾ നാടിൻ്റെ നന്മയ്ക്കല്ല. യുദ്ധം വേണ്ട, സമാധാനം മതി. യുദ്ധത്തെ ഒഴിവാക്കുക. എന്തിനാണ് യുദ്ധം? എത്ര കുട്ടികളാണ് യുദ്ധത്തിൽ മരിച്ചു വീഴുന്നത്? ഓരോ യുദ്ധത്തിൻ്റെയും അവസാനം നഷ്ടം തന്നെയാണ്, നഷ്ടം തന്നെയാണ്. യുദ്ധങ്ങൾ നാടിൻ്റെ നന്മയ്ക്കല്ല. യുദ്ധം വേണ്ട, സമാധാനം മതി. യുദ്ധത്തെ ഒഴിവാക്കൂ, യുദ്ധത്തെ ഒഴിവാക്കുക. നമ്പർ 1434 എത്തുകയാണ്. ദേവാംഗന പഠിക്കുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, കോഴിക്കോട് നിന്നാണ്. ലോകമെങ്ങും എന്നും യുദ്ധത്തിൻ്റെ കെടുതികളിൽ അകപ്പെടുന്ന കാഴ്ചകൾ ദയനീയമാണ്. ലോകമെങ്ങും എന്നും യുദ്ധത്തിൻ്റെ കെടുതികളിൽ അകപ്പെടുന്ന കാഴ്ചകൾ ദയനീയമാണ്. കൈകാലുകൾ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമുള്ള യുദ്ധം, നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമുള്ള യുദ്ധം. ഒരു യുദ്ധവും ഇനി നമുക്കീ ഭൂമിയിൽ വേണ്ട. ഒരു യുദ്ധവും ഇനി നമുക്കീ ഭൂമിയിൽ വേണ്ട. ഒരു യുദ്ധവും ഇനി നമുക്കീ ഭൂമിയിൽ വേണ്ട. ദേവാംഗന അഭ്യർത്ഥന പോലെയാണ്. സ്നാപ്പ് നമ്പർ 1435 അനർഘ അയ്യാർ എന്ത് പറയുന്നു നോക്കാം. അനർഘ ശാന്തിനാഥം അതാണ് കവിതയുടെ പേര്. യുദ്ധം ഭയാനകം ഭയാനകം, യുദ്ധം ഭയാനകം ഭയാനകം. പുകയും കബന്ധങ്ങളും വേറിട്ട കാഴ്ചകൾ, പുകയും കബന്ധങ്ങളും വേറിട്ട കാഴ്ചകൾ. രക്തം മണക്കുന്ന ഈ ഭൂമിയിൽ യുദ്ധമേ വേണ്ട. ലോകസമാധാനം മതി, ലോകസമാധാനം മതി. ചിരിയോടെ നിറയട്ടെ ഓരോ ഹൃദയവും. കരളിടറുന്ന നിലവിളി ഇനി കേൾക്കേണ്ട. ചിരിയോടെ നിറയട്ടെ ഓരോ ഹൃദയവും. കരളിടറുന്ന നിലവിളി ഇനി കേൾക്കേണ്ട. മനുഷ്യനെ സ്നേഹിക്കട്ടെ. യുദ്ധമില്ലാത്ത ലോകം മതിയത്രേ. മനുഷ്യനെ സ്നേഹിക്കട്ടെ. യുദ്ധമില്ലാത്ത ലോകം മതിയത്രേ. അതാണ് അനർഘ്യ അയ്യാർ പറയുന്നത്. അനർഘ്യ. സുഹൃത്തുക്കൾ, അങ്ങനെ 11 എണ്ണം ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ മാത്രമായിട്ടുള്ള എഴുത്തുകളാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി മുതിർന്നവരിലേക്ക് വരാം. സരിതാ പരിയാരം, പലായനം എന്ന കവിതയാണ് സരിതാ പരിയാരം പങ്കുവച്ചിരിക്കുന്നത്. നോക്കാം. എങ്ങനെയാണ് ഞാൻ എന്നെ പറിച്ചു നടേണ്ടത്? എങ്ങനെയാണ് ഞാൻ എന്നെ പറിച്ചു നടേണ്ടത്? വേരുകൾ പൊട്ടാതെ, ചോര പൊടിയാതെ ഞാൻ എന്നെ എങ്ങനെ ഈ മണ്ണിൽ നിന്ന് അടർത്തിയെടുക്കും? വേരുകൾ പൊട്ടാതെ, വേരുകൾ പൊടിയാതെ വേരുകൾ പൊട്ടാതെ, ചോര പൊടിയാതെ ഞാൻ എങ്ങനെ ഈ മണ്ണിൽ നിന്ന് അടർത്തിയെടുക്കും? എങ്ങനെ ഞാൻ എന്നെ പുതിയ ജീവിതത്തിലേക്ക് ഒരുക്കി നിർത്തും? ഇവിടെ സത്യം മാത്രം പുലരുന്ന, ഉല്ലാസം മാത്രം പൂത്തുലയുന്ന ദിനരാത്രങ്ങളാണെന്ന് എങ്ങനെ അറിയാനാകും? വഴി ചോദിച്ചവരോടെല്ലാം ഉറപ്പുവരുത്തിയതാണ് ഒറ്റുകാരില്ലാത്ത സുന്ദരമായ രാജ്യമെന്നു തന്നെയാണ്. വഴി ചോദിച്ചവരോടെല്ലാം ഉറപ്പുവരുത്തിയതാണ് ഒറ്റുകാരില്ലാത്ത സുന്ദരമായ രാജ്യമെന്നു തന്നെയാണ്. നീതി മാത്രം പുലരുന്ന, യുദ്ധമില്ലാത്ത, അതിരുകളില്ലാത്ത ആകാശമാണ് വേണ്ടത്. അതെ, അതുതന്നെ വേണം. ഒരു വീട് തന്നെയാണ് മടക്കി ഒതുക്കി എൻ്റെ ചുമലുകളിൽ.
ഒരു വീട് തന്നെയാണ് മടക്കി ഒതുക്കിയ എൻ്റെ ചുമലുകളിൽ. എങ്കിലും യാത്രയിൽ ഉപേക്ഷിക്കപ്പെട്ട ചില സ്വപ്നങ്ങളുണ്ട്, ചില ചില സ്വന്തങ്ങളുണ്ട്, ചില ചിരിച്ചിലങ്കകൾ, ചില ചിരിച്ചിലങ്കകൾ പെറുക്കിയെടുക്കാനാവാതെ, ചില ചിലങ്കകൾ പെറുക്കിയെടുക്കാനാവാതെ ഉതിർന്നു പോയ ചിലതെല്ലാം അങ്ങനെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ കിളിക്കുഞ്ഞുങ്ങൾക്ക് തണൽ വേണം, എൻ്റെ കിളിക്കുഞ്ഞുങ്ങൾക്ക് തണൽ വേണം. കാലടികൾ ഉറപ്പിച്ച് ചവിട്ടാനാവണം. എനിക്കും പൊട്ടിയ വേരുകളിലും വസന്തത്തെ തളിർപ്പിക്കുന്ന ദൈവങ്ങൾ ഉണ്ടാവട്ടെ. എനിക്കും പൊട്ടിയ വേരുകളിലും വസന്തത്തെ തളിർപ്പിക്കുന്ന ദൈവങ്ങൾ ഉണ്ടാവട്ടെ. വിറയാർന്ന വാക്കുകൾ കരുത്താർജിക്കട്ടെ. രണ്ടായി പിരിഞ്ഞു പോകുന്നിടങ്ങളിലും മൂർച്ചയില്ലാത്ത വാക്കുകളെ തുന്നിവെക്കുന്ന കവിതകൾ. രണ്ടായി പിരിഞ്ഞു പോകുന്നിടങ്ങളിലും മൂർച്ചയില്ലാത്ത വാക്കുകളെ തുന്നിവെക്കുന്ന കവിതകൾ. വളരെ പോയറ്റിക്കായിട്ടാണ് സരിത പരിയാരം ഇത് എഴുതിയിരിക്കുന്നത്. സ്നാപ്പ് നമ്പർ 1437 നമ്മൾ എത്തുകയാണ്. രജനി എസിന്റെ വരികളാണ്. അമ്മമാരാണ്. തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾക്ക് ശേഷം സ്ത്രീകളുടെ ചില വിലാപങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രജനി എസ് ചിറകറ്റ മാലാഖാനാണ്. അന്തിച്ചു നിന്നവൾ ആകാശം മുട്ടേ, അന്തിച്ചു നിന്നവൾ ആകാശം മുട്ടേ, പറന്നുയരുന്നൊരാ പുകയെ നോക്കി. അന്തിച്ചു നിന്നവൾ ആകാശം മുട്ടേ, പറന്നുയരുന്നൊരാ പുകയെ നോക്കി. കണ്ണൊന്നടച്ചു തുറക്കുമാ നേരത്ത് വന്നു വിഴുങ്ങിയോ ധൂമഭൂതം. കണ്ണൊന്നടച്ചു തുറക്കുമാ നേരത്ത് വന്നു വിഴുങ്ങിയോ ധൂമഭൂതം. എത്ര മനോജ്ഞമാം കാഴ്ചകളാണിന്ന് പൊട്ടിത്തകർന്ന് കിടപ്പീ മണ്ണിൽ. എത്ര മനോജ്ഞമാം കാഴ്ചകളാണിന്ന് പൊട്ടിത്തകർന്നു കിടപ്പീ മണ്ണിൽ. പൂമ്പാറ്റയെപ്പോൾ പാറി നടന്നവൾ ചിറകറ്റ ശവത്തെ പോലെ നിൽപ്പൂ. അച്ഛൻ്റെ അമ്മയുടെയും കൈകളിൽ തൂങ്ങി അച്ചടക്കത്തോടെ നടന്നവളോ ഇന്ന്. അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിൽ തൂങ്ങി അച്ചടക്കത്തോടെ നടന്നവളോ ഇന്ന്. ആരാരും ആശ്രയമില്ലാതെ നിൽപ്പൂ അലംബം മറ്റൊരു മാലാക പോൽ. ആരാരും ആശ്രയമില്ലാതെ നിൽപ്പൂ അലംബം മറ്റൊരു മാലാക പോൽ. എങ്ങും കർണകഠോരമാം ശബ്ദങ്ങൾ വെള്ളിടി വെട്ടും പോൽ വന്നലച്ചു. എവിടെയും ആർത്തമായി എഴുന്ന രോദനം. ധിക്കറിയാതവൾ പറ്റി നിന്നു. ഇന്നലെ സ്നേഹവായ്പോടെ നോക്കിയ കൺകളിൽ ഇന്ന് ക്രൗര്യഭാവം. തോളോട് തോളൊട്ടി നടന്നവരിന്നിതാ പോരടിക്കുന്നതോ ആർക്കോ വേണ്ടി. എന്തിനു വേണ്ടിയാണ് ഈ കോലാഹലം? എന്തിനു വേണ്ടിയാണ് ഈ രണതന്ത്രങ്ങൾ? എന്തിനു വേണ്ടിയാണ് ഈ കോലാഹലം? എന്തിനു വേണ്ടിയാണ് ഈ രണതന്ത്രങ്ങൾ? യുദ്ധത്തിൽ നേടിയെടുത്തതൊക്കെയും ഒരു നാളിൽ നീ കൈവെടിയുകയില്ലേ? ഒരു നാളിൽ നീ കൈവെടിയുകയില്ലേ? വിലാപം തന്നെയാണ്, വിലാപം. ഇത് രജനി എസിന്റെയാണ് വരികൾ. രജനി എസ്. സ്നാപ്പ് നമ്പർ 1438 നമ്മൾ എത്തിയിരിക്കുകയാണ്. സബീഗ ഫൈസലിന്റെ വരികളാണ്. തീർച്ച എന്നാണ് കവിതയുടെ പേര്. വേർതിരിക്കാൻ മുൾവേലികൾ തീർക്കാൻ കഴിഞ്ഞേക്കും. പൊട്ടിച്ചെറിയാൻ ഭയമില്ലാത്ത കരങ്ങൾ ഉള്ളിടത്തോളം ഒരുമയുടെ പെരുമ കൊണ്ട് നമ്മളിവിടെ സ്നേഹം കൊണ്ട് ചരിത്രമെഴുതും. തീർച്ച. വേർതിരിക്കാൻ മുൾവേലികൾ തീർക്കാൻ കഴിഞ്ഞേക്കും. പൊട്ടിച്ചെറിയാൻ ഭയമില്ലാത്ത കരങ്ങൾ ഉള്ളിടത്തോളം ഒരുമയുടെ പെരുമ കൊണ്ട് നമ്മളിവിടെ സ്നേഹം കൊണ്ട് ചരിത്രം എഴുതും. തീർച്ച. അംഗനിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് സബീഗ ഫൈസൽ ഈ വരികൾ എഴുതിയിരിക്കുന്നത്. സ്റ്റെബിലിറ്റിയുള്ള വാക്കുകളാണ്. സ്നാപ്പ് നമ്പർ 1439 നമ്മൾ എത്തുകയാണ്. റീന KL വരികൾ. ഇതാണ് ഇന്നത്തെ അവസാനത്തെ സ്നാപ്പ്. 15ാമത്തെയാണ്. 11 കുട്ടികളുടെയും 4 അമ്മമാരുടെയും പറയാം. റീന KL ആണ്. നോക്കാം. 1439. തോരാത്ത മിഴിനീരിന് പറയാൻ.
വീടിൻ്റെ അനാഥത്വത്തിന് കണ്ണുനീർ ഒഴിയുന്നില്ല. നഷ്ടപ്രാണനുകൾ അതിൻ്റെ ചിരികളായിരുന്നു. ഇനിയും തുടരണമോ പകതൻ അട്ടഹാസങ്ങൾ അവനിയിൽ. വീടിൻ്റെ അനാഥത്വത്തിന് കണ്ണുനീർ ഒഴിയുന്നില്ല. വീടിൻ്റെ അനാഥത്വത്തിന് കണ്ണുനീർ ഒഴിയുന്നില്ല. നഷ്ടപ്രാണനുകൾ അതിൻ്റെ ചിരികളായിരുന്നു. നഷ്ടപ്രാണനുകൾ അതിൻ്റെ ചിരികളായിരുന്നു. ഇനിയും തുടരണമോ പകതൻ അട്ടഹാസങ്ങൾ അവനിയിൽ. ഇനിയും തുടരണമോ പകതൻ അട്ടഹാസങ്ങൾ അവനിയിൽ. വീടിൻ്റെ അനാഥത്വത്തിൻ കണ്ണുനീർ ഒഴിയുന്നില്ല. നഷ്ടപ്രാണനുകൾ അതിൻ്റെ ചിരികളായിരുന്നു. ഇനിയും തുടരണമോ പകതൻ അട്ടഹാസങ്ങൾ അവനിയിൽ. ഇനിയും തുടരണമോ പകതൻ അട്ടഹാസങ്ങൾ അവനിയിൽ. റീന കയൽ. ഇതോടുകൂടി നമ്മൾ ഈ സെപ്റ്റംബർ 26 ഇന്നത്തെ നമ്മൾ സമാധാന ജ്വാല കാവ്യശികയിൽ വന്ന സമാധാന ജ്വാല യുദ്ധവിരുദ്ധ ക്യാമ്പയിനിൽ വന്ന കവിതകളുടെ സ്നാപ്പുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്നാപ്സ് ചാക്കോടി അന്തിക്കാട് എന്ന യൂട്യൂബിലാണ് ഞാനിതെല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പേഴ്സണലി എനിക്ക് പലരും കമൻ്റ് ഇടുന്നുണ്ട്. ആ കമൻ്റ് എല്ലാം യൂട്യൂബിൻ്റെ കമൻറ്റുകളിലും പോയിടുക. ഓക്കെ, നമുക്ക് കാണാം. നോ മോർ വാർ.